പുനലൂരിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച റിട്ടേണിംഗ് ഓഫീസർക്ക് സ്വന്തം ജില്ലയിൽ നിയമനം. പത്തനംതിട്ട ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ബീന എസ് ഹനീഫിനാണ് സ്വന്തം ജില്ലയിൽ നിയമനം നൽകിയത്. റിട്ടേണിംഗ് ഓഫീസർമാർക്ക് ജന്മസ്ഥലം ഉൾപ്പെടുന്ന ജില്ലയിലോ ജോലി ചെയ്യുന്ന ജില്ലയിലോ നിയമനം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ചട്ടം. CPI സർവീസ് സംഘടനാ അംഗമാണ് ബീന എസ് ഹനീഫ്. ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, ഏതെങ്കിലും രീതിയിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണോ ഇത്തരത്തിൽ പുനലൂരിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കപ്പെട്ടിട്ടും റിട്ടേണിംഗ് ഓഫീസർക്ക് സ്വന്തം ജില്ലയിൽ തന്നെ നിയമനം കിട്ടിയിരിക്കുന്നത്? രോഹിണി, ആ രീതിയിലുള്ള പരാതികളും ആരോപണങ്ങളുമാണ് ഇപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന് ഈ റിട്ടേണിംഗ് ഓഫീസർമാരെ നിയമിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ചട്ടങ്ങളും വ്യവസ്ഥകളുമുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ചട്ടമെന്ന് പറയുന്നത് ജനിച്ചിട്ടുള്ള ജില്ല അല്ലെങ്കിൽ ജന്മസ്ഥലമായിട്ടുള്ള ജില്ലയോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ജില്ലയിലോ റിട്ടേണിംഗ് ഓഫീസറായിട്ട് ഒരു ഉദ്യോഗസ്ഥയോ നിയമിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ പുനലൂർ റിട്ടേണിംഗ് ഓഫീസറായിട്ട് വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥയുടെ ജന്മസ്ഥലം തന്നെ പുനലൂരാണ്. അവരുടെ കുടുംബ വീടടക്കം സ്ഥിതി ചെയ്യുന്നത് പുനലൂർ തന്നെയാണ്. അവർ ജോലി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. അവർ ഇപ്പോൾ ഭർത്താവിനൊപ്പം പത്തനംതിട്ടയിലാണ് താമസിക്കുന്നത് എന്നുള്ള ഒരു ഇളവിനെ തുടർന്നാണ് ഇവരെന്തായാലും പുനലൂരിലേക്ക് ഇവരെ നിയമിച്ചിരിക്കുന്നത്. പക്ഷേ ഇവരുടെ കുടുംബ വീടും ഇവർ ജനിച്ച സ്ഥലവും എല്ലാം തന്നെ പുനലൂർ തന്നെയാണ് ഉള്ളത്. ഒപ്പം കഴിഞ്ഞ മാസമാണ് റവന്യൂ വകുപ്പ് ഇവരെ പുനലൂർ RDO ആയിട്ട് നിയമിച്ചത്. അതായത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു ഡെപ്യൂട്ടേഷൻ ഉണ്ടായത്. പുനലൂർ RDO ആയിട്ട് നിയമിച്ചത്. പുനലൂർ RDOയ്ക്കാണ് പുനലൂർ റിട്ടേണിംഗ് ഓഫീസറായിട്ട് ചുമതല വരുന്നത്. മാത്രമല്ല ഇവർ CPI എന്ന് പറയുന്ന സംഘടനയുടെ സർവീസ് സംഘടന അംഗം കൂടിയിട്ടാണ്. റവന്യൂ വകുപ്പ് ഭരിക്കുന്നത് CPI ആണ്. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല ഈ പുനലൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നതും CPI തന്നെയാണ്. ഇടതുമുന്നണിയുടെ ഭാഗമായിട്ട് CPIയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള സ്വാധീനം ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള ആരോപണങ്ങൾ ശക്തമായിട്ട് ഉയർന്നു വരാനായിട്ട് കാരണം. എന്തായാലും NGO സംഘം അടക്കമുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ആരോപണം ഈ ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് ഉന്നയിക്കുകയാണ്. നമ്മൾ ഈ ഉദ്യോഗസ്ഥയെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് ഇത്തരത്തിൽ തനിക്ക് വോട്ടടക്കം പത്തനംതിട്ട ജില്ലയിലാണ്, പക്ഷേ ഇങ്ങനെ പുനലൂരിലേക്ക് വന്നതിൽ യാതൊരു ചട്ടലംഘനവും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായിട്ട് ഇവിടെ വ്യവസ്ഥ വരുന്നത് ഈ ജന്മസ്ഥലം ഉൾപ്പെടുന്നതോ അല്ലെങ്കിൽ കുടുംബം ഉൾപ്പെടുന്നതോ ആയിട്ടുള്ള ജില്ലയിൽ ജോലിക്ക് പാടില്ല എന്നുള്ളതാണ് വ്യവസ്ഥ. ആ വ്യവസ്ഥയ്ക്കാണ് ഇവിടെ ലംഘനം ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല ഈ രീതിയിൽ ഒരു CPI കണക്ഷൻ ഇതിൽ കടന്നു വരുന്നത് കൊണ്ട് തന്നെയാണ് ആരോപണങ്ങൾ ഇത്ര ശക്തമായിട്ട് ഗുരുതരമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുള്ളത്. എന്തായാലും ഈ റവന്യൂ വകുപ്പാണ് ഇവരെ പുനലൂർ RDO ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. തുടർന്ന് ഈ റവന്യൂ വകുപ്പ് ഭരിക്കുന്ന CPI മത്സരിക്കുന്ന പുനലൂർ മണ്ഡലത്തിൽ തന്നെ ഇവരെ ഈ രീതിയിൽ റിട്ടേണിംഗ് ഓഫീസറായിട്ട് കൊണ്ടുവന്നത് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമാണ്. അത് മാത്രമല്ല ഏതെങ്കിലും രീതിയിലുള്ള വഴിവിട്ട ഇടപെടലുകളോ അല്ലെങ്കിൽ ഈ ഇടതുമുന്നണിയോ CPIയോ സഹായിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാം എന്നുള്ള ഒരു കാര്യവും ആരോപണമായിട്ട് ഇത്തരത്തിൽ NGO സംഘടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ളൊരു ചട്ടലംഘനം തന്നെയാണ്. മാത്രമല്ല ഇവർക്ക് ഈ റിട്ടേണിംഗ് ഓഫീസറായിട്ട് ഇരുന്നുകൊണ്ട് അവർക്ക് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഈ CPI സ്ഥാനാർത്ഥിയെ സഹായിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഈ നാമനിർദ്ദേശ പത്രികയുടെ കാര്യങ്ങളിലൊക്കെയോ അതിലൊക്കെ ഇടപെടലുകൾ നടത്തുവാനായിട്ടൊക്കെ സാധിക്കുമെന്നുള്ളൊരു ആരോപണമാണ്. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഇവരെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ സ്വന്തം ജില്ലയിലോ അല്ലെങ്കിൽ സ്വന്തം കുടുംബമുള്ള ജില്ലയിലോ ഒന്നും തന്നെ നിയമിക്കാതെ മറ്റു ജില്ലകളിലായിട്ട് നിയമിക്കാറുള്ളത്. പക്ഷേ ഇവിടെ എന്തോ ഈ രീതിയിലൊരു ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയിക്കേണ്ടത്. ഇവരെ ഇത്തരത്തിൽ നിയമിക്കുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനമടക്കം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയിക്കേണ്ടത്. എന്തായാലും വ്യാപകമായിട്ടുള്ള പരാതിയും വിമർശനവും ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഇതിനുള്ള മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും നിയമപരമായിട്ട് പരിശോധിച്ച് അല്ലെങ്കിൽ അധികാരികൾ ആ രീതിയിൽ നടപടിയെടുക്കേണ്ടതാണ്.